നമുക്കൊന്ന് ഗുരുവായൂർ വരെ പോകണം. പിന്നെ ആനയോട്ടത്തിനെ കുറിച്ചാണ്. അതെ അതെ അതെ. അവിടെ ഇപ്പോൾ അതിന്റെ മത്സരം കഴിഞ്ഞു. ആനയോട്ടത്തിൽ ഒന്നാമനായിരിക്കുന്നു ബാലു എന്ന് പറയുന്ന ആനയാണെന്ന് പറയുന്നു. ഇതോടെ ഇത്തവണ ഗുരുവായൂർ കണ്ണന്റെ തിടമ്പേറ്റാനുള്ള അവസരവും ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പനായ ബാലുവിനെ തേടിയെത്തും എന്നാണ്. അതെ അതെ. ഓക്കെ, എന്തായാലും തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ശരിക്കും ആനയോട്ടം കാണാനൊക്കെ നല്ല സുഖമുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എന്താ? അവിടെ ഗുരുവായൂരിലുണ്ടോ? ഗുരുവായൂർ നമ്മൾ ഇറങ്ങി അല്പസമയം മുമ്പ് ആനയോട്ട മത്സരമെല്ലാം പൂർത്തിയായി ആളുകളൊക്കെ പിരിഞ്ഞതിന് പിന്നാലെ നമ്മൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ തിരിച്ചുള്ള വഴിയാണ്. എന്തായാലും വളരെ ആവേശകരമായ ഒരു മത്സരമാണ് നടന്നത്. നേരത്തെ 12 ആനകൾ ഉണ്ടായിരുന്നു. ഈ 12 ആനകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 5 ആനകളാണ് മത്സരത്തിന് വേണ്ടി തയ്യാറായത്. അതിൽ ഒന്നാമനായി എത്തിയത് ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ ബാലു എന്ന ആനയാണ്. ബാലു ആദ്യം ഓടി കിഴക്കേ കവാടം വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇതോടുകൂടി ഇന്ന് വൈകുന്നേരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടി കയറുന്നത്. ഇന്നു മുതൽ ഈ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിടം പേറ്റാനുള്ള നിയോഗം അത് ബാലുവിനാണ്. അതിനുവേണ്ടിയുള്ളൊരു മത്സരയോട്ടം കൂടിയാണ് നടന്നത്. തൊട്ടു പിന്നാലെ ഓടിയെത്തിയത് ദേവസ്വത്തിൻ്റെ തന്നെ ചിന്താമരാക്ഷൻ എന്ന ആനയാണ്. നാലാമതായാണ് ഒരു പിടിയാന ഉണ്ടായിരുന്നു, ദേവി എന്ന പേരിൽ ഓടാൻ. ആ ദേവി എന്ന ആന നാലാമതായി പിന്നാലെ ഓടുകയും ചെയ്തു. അങ്ങനെ 5 ആനകൾ കൃത്യമായി ഓടിയെത്തി. ഇന്ന് പതിവിലും വിപരീതമായി വലിയ ജനക്കൂട്ടം ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെല്ലാം തിങ്ങി നിറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. 2011 ഈ ആനകൾ തമ്മിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം ഈ ആനയോട്ടത്തിനിടെ ഉണ്ടായി. അതിനുശേഷം കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിയിരുന്നത്. ഇന്നും പോലീസൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. ആളുകളെ കൃത്യമായ അകലം പാലിച്ചാണ് നിർത്തിയത്. ഒപ്പം ഇതിൻ്റെ ചെറിയൊരു ഐതിഹ്യം കൂടിയുണ്ട്. എന്താണ് ഇങ്ങനൊരു ആനയോട്ടം നടത്താൻ കാരണം? ഈ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് തൃക്കണാപുരം ക്ഷേത്രത്തിൽ നിന്ന് ആനകളെ എത്തിച്ചാണ് ഈ ഉത്സവം നടത്തിയിരുന്നത്. അങ്ങനെ ഒരു വർഷം ഈ ആനകൾക്ക് എത്താനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആനകളെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അങ്ങനെ ആനകൾ തനിയെ ഓടിയെത്തിയ ഒരു ചരിത്രം, ഒരു ഐതിഹ്യം ഇതിന് പിന്നിലുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ആനയോട്ടം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. എന്തായാലും വലിയ ആവേശകരമായ മത്സരം പൂർത്തിയായി. ബാലുവാണ് ഇത്തവണ തിടമ്പേറ്റുന്നത്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി.